സംസ്ഥാനത്തെ സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുള്ള തുക വെട്ടിക്കുറച്ചു ധനവകുപ്പ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി വിഹിതം 50% വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായാണ് മയക്കുമരുന്നിനെതിരായ ക്യാമ്പയിൻ തുകയും കുറച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ 1.5 കോടി രൂപ അനുവദിച്ചതാണ് 60 ലക്ഷം രൂപയാക്കി ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്താനായിട്ടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 6.5 കോടി രൂപ ബജറ്റിൽ ധനവകുപ്പ് അനുവദിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചപ്പോൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനുള്ള തുകയും കുത്തനെ വെട്ടിക്കുറച്ചു. 60 ലക്ഷം രൂപയാണ് കുറവ് വരുത്തിയത്. ഇതോടെ പൊതുവിദ്യാലയങ്ങളിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ അവതാളത്തിലായി. കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്താനും തുടർ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള തുക കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് സ്കൂളുകൾ. 2023-24 സാമ്പത്തിക വർഷത്തിൽ സ്കൂളുകളിലെ ലഹരി ക്യാമ്പയിനുകൾക്കായി 75 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. സംസ്ഥാനത്ത് കുട്ടികളുടെയും യുവാക്കളുടെ ഇടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു എന്ന കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നിലപാട്. പണമില്ല എന്ന് ചൂണ്ടിക്കാട്ടി പല പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുമ്പോഴും സമൂഹത്തെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളിലും സർക്കാരിന് നിസ്സംഗതയാണ്. ജനം, തിരുവനന്തപുരം.